ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ആലുവയിൽ 4 വയസ്സുകാരിയെ അമ്മ പുഴയിൽ എറിഞ്ഞുകൊന്ന കേസിൽ പിതാവിന്റെ ബന്ധു കസ്റ്റഡിയിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത്. വിശദാംശങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ആരെയാണ് കസ്റ്റഡിയിലെടുത്തത്? ഏത് സാഹചര്യത്തിലാണ് കസ്റ്റഡി? ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പുറത്തു വന്നിരുന്നു. അതിലാണ് കുട്ടി ആക്രമിക്കപ്പെട്ടു വന്ന രീതിയിൽ ഒരു വിവരങ്ങളുള്ളത്, ചില സൂചനകളുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പിതാവിന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതൊരു സെപ്പറേറ്റ് കേസായി എടുത്ത് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, കുട്ടിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചില സൂചനകളാണ് പോലീസ് വിവരങ്ങൾ ലഭിച്ചു നൽകിയിരിക്കുന്നത്. എന്തായാലും വരുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും പിതാവിന്റെ ബന്ധുവാണ് ഈ കുട്ടിയെ ആക്രമിച്ചത് എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. സിജോ, അതായത് ഈ കല്യാണിയെ മർദ്ദിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം കുട്ടിക്ക് ഏറ്റിരുന്നു എന്നാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? അതോ ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് കരുതുന്നുണ്ടോ? ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നല്ല, ഈ കുട്ടി ശാരീരികമായി ആക്രമണത്തിനിരയായി എന്നുള്ള സൂചനകളാണ് പോലീസ് ലഭ്യമാകുന്നത്. ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു വിവരമാണ്. അത് ഇപ്പോഴല്ല, നേരത്തെ ഉപദ്രവത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളാണ് ലഭ്യമാകുന്നത്. ഈ കൊലപാതകത്തിൽ അതിന് ഈ അമ്മ ആണ് ഈ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതക കേസിൽ ഇയാൾക്ക് നേരിട്ട് ബന്ധമുള്ളതായി പോലീസിന് വിവരമില്ല. പക്ഷേ ഇതിനു മുമ്പ് കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള സൂചനകളാണ് ലഭ്യമാവുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതായത് ഇതൊരു പ്രത്യേക കേസായി എടുത്ത് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്തു വരികയാണ്. സിജോ, ഈ 3 വയസ്സുകാരിക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയുടെ ഭാഗത്ത് നിന്ന് നിരവധി തവണ അക്രമം ഉണ്ടായിട്ടുണ്ടെന്ന് കുട്ടിയുടെ പിതാവ് തന്നെ കഴിഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട്ടിനകത്ത് ഒരുപാട് അക്രമങ്ങൾ ഈ കുട്ടി സഹിച്ചിരിക്കണം, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ അക്രമങ്ങൾ, ശാരീരികമായ അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അമ്മ മാത്രമല്ല, മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ രീതിയിൽ മാത്രമല്ല, മറ്റു രീതിയിലും ഈ കുട്ടി ആക്രമിക്കപ്പെട്ടു എന്നുള്ള സൂചനകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അത്തരത്തിലുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ച ചില വിവരങ്ങൾ ലഭ്യമായെന്നാണ് പറയുന്നത്. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പ്രാഥമികമെന്ന നിലയിലാണ് ഇപ്പോൾ ഈ ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുത്തെന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില വിവരങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊരു ഏത് തരത്തിലാണ് ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടന്നിരിക്കുന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും ശാരീരികമായ കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. സിജോ, ഇപ്പോൾ ഇയാൾ കുട്ടിയുടെ കൂടെ, അതായത് ഈ അമ്മയുടെയും അച്ഛന്റെയും കുഞ്ഞിന്റെയും കൂടെ താമസിക്കുന്നതാണോ അതോ പുറത്തുള്ള മറ്റു ബന്ധുവീടുകളിലാണോ കഴിഞ്ഞിരുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ള കസ്റ്റഡി സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ പോലീസുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇവരുമായിട്ട് നാളുകളായിട്ടുള്ള ഒരു ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെയും പോലീസ് ലഭ്യമാക്കിയിട്ടില്ല. അത്തരം വിവരങ്ങളിലേക്ക് പോലീസ് വിവരം നൽകി വരുന്നേ ഉള്ളൂ. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ആലുവയിലെ 3 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത്. കുട്ടി അതിക്രമത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. അത് ഏത് തരത്തിലുള്ള അതിക്രമമാണ്, ആരാണ്, എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പിന്നീട് വിശദീകരണം നൽകാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും സിജോ വി ജോൺ നൽകിയത്.